ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഗോബി മഞ്ചൂരിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം, മറക്കല്ലേ കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗോബി മഞ്ചൂരിക്കായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു മീഡിയം സൈസ് കോളിഫ്ലവറാണ്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. ഒരുപാട് വലുതാക്കണ്ട, കുറച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാക്കും. ഇതിന് 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടും. അതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തുകൂടെ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഒരു 10-15 മിനിറ്റ് മാത്രം ഈ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതിയാകും. അപ്പം ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ എടുക്കാവേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടെ നല്ലത് ചതച്ചത് ഇട്ട് കൊടുക്കുന്നതാണ്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി എരിവിനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസ് ആവണ്ട, എന്നാൽ ഒരുപാട് കട്ടിയാവാത്ത വിധം നമുക്ക് ഈ ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു തിക്നെസ് മതിയാകും. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് എന്നാൽ ടൈറ്റായും പോകരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഊറ്റി മാറ്റി വെച്ചേക്കുന്ന കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാത്തിലും മസാല നന്നായിട്ട് പരണ്ട് വരണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ എടുത്തിട്ട് അതിൽ നമുക്കിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ തമ്മി ഒട്ടി ആ ഒരു ഇതങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോൺഫ്ലവർ പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇത് വാങ്ങിച്ച് കഴിക്കാതെ എന്തായാലും ബീച്ചിൽ വരില്ല കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കിത് കഴിക്കാൻ. എന്നെപ്പോലെ ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ കടൽക്കാറ്റൊക്കെ കൊണ്ടും സോസും കോൺഫ്ലവറൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയല്ലേ. അപ്പോൾ ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ പാനിലേക്ക് അതേ ഓയിലിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും 1 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കുറച്ചധികം ഇഷ്ടമാണെങ്കിൽ ഒരു 2 പച്ചമുളക് അല്ലെങ്കിൽ 3 പച്ചമുളക് വരെ ചേർക്കാം. ഇനി 2 സവാള കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ക്യൂബ്സ് ആയിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് വഴന്നൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതിയാകും. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം. ഇനി ഇതിനകത്ത് നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. അതും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് പോകരുത്. നമ്മൾ ചില്ലി ചിക്കൻ ആയാലും ഗോബി മഞ്ചൂരി ആയാലും ഇതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടൊരു ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പം ഇവിടെ സാവിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചിട്ടാണ് എരിവിട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ ചില്ലി കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് ഉള്ളതെങ്കിൽ അതായാലും മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒട്ടും ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതായത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടി ഇട്ടെടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ഒരു മിക്സ് കൂടെ റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ഈ ഒരു കറിയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ തീയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ല കുറുകി സെറ്റായിട്ട് വരും. അതായത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാട്ടോ വരുന്നതും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോബി മഞ്ചൂരി സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഫ്രൈഡ് റൈസിനോ ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ വിലയേറെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.